നിസ്കാരം കഴിഞ്ഞു. നിസ്കാരത്തിന് ശേഷം ഏതെങ്കിലും ഒരു ഉസ്താദ് വന്ന് നടപ്പിലാക്കി ഉറക്കെ ഒരു 10 ദിക്ർ ചൊല്ലുക. 10 ദിക്ർ ഉറക്കെ ചൊല്ലണം നിസ്കാരം കഴിഞ്ഞ ഉടനെ. അപ്പൊ ആളുകൾക്കിടയിൽ തർക്കമായി. അത് വേണോ വേണ്ടയോ? ഇവിടെ നടപ്പിലില്ലാത്തതാണല്ലോ. ഇല്ലാത്ത കാര്യം എന്തിനാ ഉണ്ടാക്കുന്നത്? കുറെ പേര് ആ കൂട്ടത്തിൽ കൂടി ദിക്റല്ലേ, എന്താ പറഞ്ഞുകൂടാത്തത്? കുറെ പേര് അതില്ലാത്ത കാര്യമല്ലേ, എന്തിനാ ഇവിടെ തുടങ്ങുന്നത്? അപ്പൊ അടുത്ത ആളുകൾ ഇത് ആലിമീങ്ങൾ ചെയ്തതല്ലേ, അവിടെ നടക്കുന്നു ഇവിടെ നടക്കുന്നു, ആ പള്ളിയിലുണ്ട് ഈ പള്ളിയിലുണ്ട്. പിന്നെ അന്വേഷിച്ചു പോകുമ്പോ ചിലപ്പോ ഇത് ഞങ്ങളുടെ പൂർവികന്മാർ 100 കൊല്ലമായി ഞങ്ങളുടെ പള്ളിയിൽ നടക്കുന്ന കാര്യമാണെന്ന് പറയും. 100 കൊല്ലമായി നടക്കുന്നതാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു 100 കൊല്ലം ഒരു കാലാവധിയല്ല. 100 കൊല്ലമോ 200 കൊല്ലമോ 300 കൊല്ലമോ നടക്കട്ടെ, അതൊന്നും നോക്കണ്ട, അതൊന്നും ഇവിടെ പറയണ്ട. ഞങ്ങളുടെ മുൻഗാമികൾ ചെയ്തതാ, പറ്റൂല. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു ഇതെല്ലാം മുൻകാല ജൂതന്മാരുടെ, യഹൂദി നസാറാക്കളുടെ, മുശ്രിക്കീങ്ങളുടെ വാദമാണ്. അവരുടെ എന്തെങ്കിലും പറഞ്ഞ വൈദാ ഖീല ലഹും ഇത്തബിഉ മാ അൻസലല്ലാഹ് ഖാലൂ ബൽ നത്തബിഉ മാ അൽഫൈനാ അലൈഹി ആബാഅനാ. അല്ലാഹുവിനെയും റസൂലിനെയും പിൻപറ്റ്, അവര് പറയുന്നത് കേൾക്ക്, അനുസരിക്ക്, അതിലേക്ക് നോക്കെന്ന് പറഞ്ഞാൽ അവര് പറയും ഞങ്ങളുടെ പൂർവികന്മാർ എന്ത് ചെയ്ത് കണ്ടോ അത് ഞങ്ങൾ അങ്ങനെ തന്നെ പിന്തുടരും. ഞങ്ങളുടെ പൂർവികന്മാർ ചെയ്തു, ഞങ്ങളുടെ പാപ്പ കാലത്ത് ചെയ്തതാണ്, ഈ പള്ളിയിൽ നടന്നതാണ്, അതുകൊണ്ട് ഇത് മാറ്റാൻ പറ്റൂല. അതാണ് നിയമം. പാപ്പായും ഉപ്പാപ്പായും ചെയ്തു. അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുന്നു, നിന്റെ വാപ്പാക്ക് ദീനിനെ കുറിച്ച് വിവരമില്ലാതെയായി പോയി, നിന്റെ ഉപ്പാപ്പ ദീനിനെ കുറിച്ച് വിവരമില്ലാത്ത മണ്ടനായി പോയതിന് ദീനിൽ കടത്തിക്കൂട്ടുകയാണോ ചെയ്യുന്നത്? അവലൗ കാന ആബാഉഹും ലാ യഅഖിലൂന ശൈഅൻ വലാ യഹ്തദൂൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല ധാരാളം ആയത്തുകളിൽ അല്ലാഹു ഇത് നമുക്ക് പറഞ്ഞു തരുന്നു. അവരോട് എന്തെങ്കിലും പറഞ്ഞ അവർ പറയും ഇന്നാ വജദനാ ആബാഅനാ അലാ ഉമ്മത്തിൻ വ ഇന്നാ അലാ ആതാരിഹിം മുഖ്തദൂൻ. അതല്ല ചെയ്യേണ്ടത്. എന്താ ചെയ്യേണ്ടത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു ഫഇന്നഹു മൻ യഇശ് മിൻകും ബഅദി ഫസയറ ഇഖ്തിലാഫൻ കസീറാ ഫഅലൈക്കും ബിസുന്നതി വസുന്നതിൽ ഖുലഫാഇർ റാഷിദീനൽ മഹ്ദിയീൻ തമസ്സകൂ ബിഹാ വഅല്ലൂ അലൈഹാ ബിന്നവാജിദ് വഇയ്യാകും വമുഹ്ദസാതിൽ ഉമൂർ ഫഇന്ന കുല്ല മുഹ്ദസത്തിൻ ബിദ്അ വകുല്ല ബിദ്അത്തിൻ ളലാല വകുല്ലു ളലാലത്തിൻ ഫിന്നാർ. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു അഭിപ്രായ ഭിന്നത വരുമ്പോ എങ്ങോട്ട് നോക്കണം? ഫഅലൈക്കും ബിസുന്നതി. എന്റെ ചര്യ എന്റെ കാലത്തുണ്ടായിരുന്നോ, ഞാൻ ചെയ്തിരുന്നോ, ഞാൻ നടപ്പാക്കിയതാണോ, എന്റെ കാലത്ത് അതുണ്ടായിരുന്നോ എന്ന് നിങ്ങൾ പരിശോധിക്കും. കണ്ടില്ല? വസുന്നത്തിൽ ഖുലഫാഇർ റാഷിദീനൽ മഹ്ദിയീൻ. എനിക്ക് ശേഷം നേർവഴി പ്രാപിച്ച, അംഗീകരിക്കപ്പെടേണ്ട, അല്ലാഹു തആല സമ്മതിച്ച, ഞാൻ നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് നൽകുന്ന എനിക്ക് ശേഷമുള്ള 4 ഖുലഫാക്കൾ അബൂബക്കർ, ഉമർ, ഉസ്മാൻ, അലി റളിയല്ലാഹു തആല അൻഹും അജ്മഈൻ. ഇവരുണ്ട്. ഇവരുടെ കാലത്തെങ്ങാനും അത് നടപ്പിലുണ്ടായിരുന്നോ എന്ന് നിങ്ങൾ പരിശോധിച്ചു നോക്ക്. ഉണ്ടെങ്കിൽ ആ കാര്യത്തെ നിങ്ങൾ മുറുകെ പിടിച്ചോ, ഇല്ലേ തള്ളിയേ. ഇവരുടെ കാലത്ത് നടപ്പിലില്ലാത്ത ഒരു കാര്യമാണ് നിങ്ങൾ ഉണ്ടാക്കുന്നത് എങ്കിൽ ദീനിൽ അങ്ങനത്തെ ഒരു കാര്യം ആവശ്യമില്ല. പിൻകാലത്തുണ്ടാകുന്ന ഏതെങ്കിലും വിഷയത്തെ കുറിച്ചാണെങ്കിൽ അതിന്റെ നിയമങ്ങൾ പഠിക്കാൻ നമുക്ക് ഖുർആനിന്റെ ഹദീസിന്റെ ആയാത്തുകളുണ്ട്. മഹാന്മാരായ ഫഖഹാക്കൾ അവരുടെ ഇജ്തിഹാദിൽ നമുക്ക് പറഞ്ഞു തന്ന കാര്യങ്ങളുണ്ട്. സഹാബാക്കളുടെ ഇജ്മാ ഉണ്ട്. ആ തെളിവ് വെച്ച് നമുക്ക് കണ്ടെത്താം വേണോ വേണ്ടയോ എന്ന്. അതല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലത്തില്ലാതിരുന്ന ഒരു കാര്യം.